Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. PDF കാണാമോ? Yes, good afternoon to all. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ മെഡിക്കൽ ടെർമിനോളജി സ്റ്റാർട്ട് ചെയ്തു. പ്രിഫിക്സ് പറഞ്ഞു തുടങ്ങി 42 പ്രിഫിക്സ് വരെ പറഞ്ഞു അല്ലേ? Good afternoon. Yes. 42 വരെ അല്ലേ പറഞ്ഞു നിർത്തിയത്? ഓക്കെ. ഒന്നുകൂടി റിവൈൻഡ് ചെയ്യാണ്. എന്താണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്? പ്രിഫിക്സ് എന്തായിരുന്നു? എൻഡ് ഓഫ് ദ വേർഡ് ആണോ ബിഗിനിങ് ഓഫ് ദ വേർഡ് ആണോ? യെസ് ബിഗിനിങ് യൂസ് ചെയ്യുന്നത്. ദെൻ സഫിക്സ് എന്ന് പറയുന്നത് എൻഡ് ഓഫ് ദ വേർഡ് എന്ന് പറയാം അല്ലേ? ദെൻ റൂട്ട് വേർഡ്സ്. റൂട്ട് വേർഡ് എന്താണ്? ചീഫ് പാർട്ട് ഓഫ് എ റൂട്ട് വേർഡ് അല്ലേ? ചീഫ് പാർട്ട് ഓഫ് എ മെഡിക്കൽ ടേം. ചീഫ് പാർട്ട് ഓഫ് എ മെഡിക്കൽ ടേം ആണ് റൂട്ട് വേർഡ്സ്. ഓക്കെ. അബ്രിവേഷൻസ് എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട്സ് ആണ് അല്ലെ? സെക്കൻഡ് 43 മുതൽ ഒന്നുകൂടി പറയാണ്. ഞാൻ ടിക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് നിങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിച്ചു പോവാട്ടോ. ടിക്ക് ചെയ്ത് പോവാം. നെക്സ്റ്റ് വരുന്നത് 43 എറിത്രോ. എറിത്രോ relating to anything red or to erythrocytes. Relating to anything red or to erythrocytes. എന്താണ്? ചുവന്ന രക്താണുക്കളുമായി ബന്ധപ്പെട്ടത്. ഓക്കെ. എറിത്രോസൈറ്റ്സ് എന്താണ്? അല്ലെങ്കിൽ WBCയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കളുമായി ബന്ധപ്പെട്ടതാണ് എന്താ? എറിത്രോ എന്ന് പറയുന്നത്. ഓക്കെ. യെസ്. Then EU quite good usual. Quite good usual. അതായത് quite means ശാന്തം, good എന്താണ്? നല്ലത്, യൂഷ്വൽ എന്താണ്? സാധാരണ എന്നൊരു മീനിങ് കേട്ടോ. യു quite good usual. Okay. Then exterior. exterior പുറം എന്നുള്ള മീനിങ്. പുറം. എക്സ്റ്റീരിയർ കേട്ടിട്ടില്ലേ നിങ്ങള്? exterior. Then 46 extra. അതെന്ത് തന്നെയാണ്? എക്സ്റ്റീരിയർ ഇൻ അഡീഷൻ അല്ലെങ്കിൽ പുറമേ. എക്സ്റ്റീരിയർ ഇൻ അഡീഷൻ അല്ലെങ്കിൽ പുറമേ. ഓക്കെ. എക്സ്ട്രാ, exterior in addition. Then 47 ടിക്ക് ചെയ്യാട്ടോ. 47 ടിക്ക് ചെയ്യാം. Gastro relating to the stomach. അറിയാലോ ഗ്യാസ്ട്രോ എന്താണ്? relating to the stomach. ആമാശയവുമായി ബന്ധപ്പെട്ടത്. relating to the stomach. 47 ടിക്ക് ചെയ്യാം. Gastro relating to the stomach. And 48 glyco. എന്താണ് glyco? sugar. Glycogen എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? Glycogen. Yes, glycosis. Okay. sugar. Okay. ടിക്ക് ചെയ്യണേ. 48 ടിക്ക് ചെയ്യാം. glyco, sugar.
48 glyco sugar. Then 49 ടിക്കിയാട്ടോ 49 ഗൈനക്കോ ഗൈനക്കോ എന്താണ് ഗൈനക്കോ ഗൈനക്കോളജി അല്ലെ യെസ് relating to females or the female reproductive organs എന്താണ് ഫീമെയിൽസിന്റെ പ്രത്യുൽപാദന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടത് റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാണ് എന്താ ഗൈനക്കോളജി relating to females or the female reproductive organs. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കോ നോട്ട് 101 49 ടിക്ക് ചെയ്യുക then 50 ടിക്ക് ചെയ്യണേ 50 ടിക്ക് ചെയ്യണം ഹെമിറ്റോ ഹെമിറ്റോ കേട്ടോ ഹെമിറ്റോ relating to blood ഹെമിറ്റോ relating to blood ഹെമിറ്റോ relating to blood okay 51 hemi half hemi half means pakuti hemi half hemi half then 52 tikiya 52 tikiya hemo hemo അത് എന്ത് തന്നെയാണ് relating to blood കേട്ടോ hemo relating to blood 52 ട്ടോ 52 hemo relating to blood then 53 ടിക്കിയ 53 ടിക്കിയ hepato hepato relating to the liver കരളുമായി ബന്ധപ്പെട്ടത് hepato relating to the liver hepato ട്ടോ 53 hepato relating to the liver 54 heater heater other various മറ്റുള്ളവ അല്ലെങ്കിൽ വിവിധ എന്നൊരു മീനിങ് other അല്ലെങ്കിൽ various heater other various മറ്റുള്ളവ അല്ലെങ്കിൽ വിവിധ ഓക്കെ 55 home home the identical സമാനം നമ്മൾ ഐഡന്റിക്കൽ ട്വിൻസ് എന്നൊക്കെ പറയില്ലേ സമാനമായത് എന്താണ് ഹോം ഐഡന്റിക്കൽ അല്ലെങ്കിൽ സമാനം ഹോം ഐഡന്റിക്കൽ സമാനം then hydro ടിക്കിയ 56 ടിക്കിയ ഹൈഡ്രോ അറിയാലോ എന്താണ് ഹൈഡ്രോ വാട്ടർ ഹൈഡ്രോ വാട്ടർ 56 ടിക്കിയ ടിക്കുന്നില്ലേ എല്ലാവരും യെസ് then 57 hyper ഫസ്റ്റ് പറഞ്ഞു ടെൻഷന്റെ കൂടെ ടെൻഷൻ എന്ന വാക്കിന്റെ മുമ്പിലായിട്ട് അല്ലെങ്കിൽ ബിഗിനിങ്ങിൽ ചേർക്കുന്ന എന്താണ് ഹൈപ്പർ ടെൻഷൻ അല്ലെ ഓക്കെ എന്താണ് ഹൈപ്പർ ഓവർ അല്ലെങ്കിൽ എക്സസീവ് അല്ലെങ്കിൽ സൂപ്പർഫ്ലസ് അമിതമായിട്ടുള്ള എന്നൊരു മീനിങ് കേട്ടോ ഓക്കെ 57 ടിക്കിയ ഹൈപ്പർ ഓവർ സൂപ്പർഫ്ലസ് അമിതമായിട്ടുള്ളത് അല്ലെങ്കിൽ എക്സസീവ് എന്ന് അവിടെ എഴുതി വെച്ചോ കേട്ടോ എക്സസീവ് then 58 ടിക്കിയ കേട്ടോ 58 ഹൈപ്പോ എന്താണ് ഹൈപ്പോ അണ്ടർ ഇൻസഫിഷ്യന്റ് എന്താണ്
താഴെ അല്ലെങ്കിൽ കുറവായ. ഓക്കെ, താഴെ അല്ലെങ്കിൽ കുറവായ. ഹൈപ്പോ എന്ന് പറയുന്നത് എന്താണ്? അണ്ടർ അല്ലെങ്കിൽ ഇൻസഫിഷ്യന്റ്. താഴെ അല്ലെങ്കിൽ കുറവായ. ഓക്കെ, 56, 57, 58 അത് മൂന്നും ടിക്ക് ചെയ്തോ? യെസ്. നെക്സ്റ്റ് 59, hystero. Hystero, relating to the uterus. Hystero, relating to the uterus. ഗർഭപാത്രവുമായി ബന്ധപ്പെട്ടത്. Hystero. Hystero, relating to the uterus. 60, infra. Infra. Infra, beneath, further on, etc. Beneath, further on, etc. കീഴെ അല്ലെങ്കിൽ കൂടുതൽ. കീഴെ അല്ലെങ്കിൽ കൂടുതൽ. Infra, beneath, further on, etc. Then inter. Inter, the middle of. നടുവിൽ. Inter, in the middle of. നടുവിൽ. Okay, നടുവിൽ എന്നൊരർത്ഥം. Inter. Then 62, intra. Intra, inside, അകത്ത്. Intra, inside, അകത്ത്. Intra, inside, അകത്ത്. Okay. Iso, equal. Iso, equal. തുല്യം. Iso, equal, തുല്യം. Iso, equal, തുല്യം. Next, latero. Latero. എന്താണ് ലാറ്ററോ? സൈഡ്, വശം എന്നൊക്കെ പറയില്ലേ നമ്മള്. ഓക്കെ, ലാറ്ററോ, സൈഡ്. ലാറ്ററോ, സൈഡ്. Then 65 ടിക്ക് ചെയ്യാം കേട്ടോ. 65 ടിക്ക് ചെയ്യാം. ല്യൂക്കോ. 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 എന്താണ് ല്യൂക്കോ? Relating to anything white or to leukocytes. അല്ലെ, WBC ശ്വേതരക്താണുങ്ങളുമായി ബന്ധപ്പെട്ടത്. WBCയുമായി ബന്ധപ്പെട്ടതാണ് എന്താ? ല്യൂക്കോ. ല്യൂക്കോ വെച്ചിട്ട് എന്തെങ്കിലും വാക്കുകൾ അറിയാമോ നിങ്ങൾക്ക്? യെസ്, ലുക്കീമിയ. ഓക്കെ, നോക്കാം കേട്ടോ. ടിക്ക് ചെയ്യും പറഞ്ഞത് ഒന്നുകൂടി ശ്രദ്ധിക്കാം. 47, 47, 48, 49, 50, 52, 53, 56, 57, 58, 65. ഓക്കെ അല്ലേ? Yes. Next, litho. Litho, relating to a stone. എന്തെങ്കിലും സ്റ്റോൺസുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ലിത്തോ. ലിത്തോ, relating to a stone. Litho, relating to a stone. 67 ടിക്ക് ചെയ്യാം. 67 ടിക്ക് ചെയ്യാം. മാക്രോ. മാക്രോ, ഹ്യൂജ് എന്നാണ് കേട്ടോ. ടെക്സ്റ്റിൽ എങ്ങനെയാണോ കിടക്കുന്നത്? HUGE, ഹ്യൂജ്. ലാർജ് എന്നൊരു മീനിങ് ഇവിടെ വൈ എന്നാണ് PDF കാണുന്നത്. ലാർജ് എന്നാണ് എടുക്കുന്നത്. ഓക്കെ, യെസ്, ടിക്ക് ചെയ്യണേ. 67, macro, huge, I mean large.
67 pick here. 68 mal. Bad or unusual. Bad ആയിട്ട് unusual ആയിട്ടുള്ള എന്തെങ്കിലും സൂചിപ്പിക്കുന്നതാണ് എന്ത് mal എന്ന് പറയുന്നത്. Okay. Mal, bad or unusual. 69 medi. Medi. Middle. നടുവിൽ എന്നൊരു മീനിങ് കേട്ടോ. Medi. Middle. Medi. Middle. 70 ടിക്ക് ചെയ്യാം. 70 ടിക്ക് ചെയ്യാം. Mega. Huge. Mega. Huge. Mega. Huge. 70 ടിക്ക് ചെയ്യാം. Mega. Huge. 71 melan. Melan. എന്താണ് melan? Black. അല്ലെ കറുപ്പ്. Melan black. 71 ടിക്ക് ചെയ്യണേ. Melan black. Then 72 meningo. Meningo. 72 അല്ലേ? Meningo എന്നാണ് കേട്ടോ. Meningo. Yes. Relating to membrane meninges. Relating to the membrane meninges. Meninges അറിയാലോ നമുക്ക്. Yes. Meningo related to membrane meninges. 73 tick here. 73 micro tiny. 73 micro tiny. Tiny എന്താണ്? Tiny. Tiny എന്ന് സൂചിപ്പിക്കുന്നത് tiny heart beats എന്നൊക്കെ പറയാറില്ലേ? Small അല്ലെ? Yes. ചെറുത്. 73 tick here. Micro tiny. Yes. 74 mono single. 74 mono single. Mono single. Then 75 milo. Milo relating to spinal cord അല്ലെങ്കിൽ bone marrow. Spinal cord മായിട്ട് അല്ലെങ്കിൽ bone marrows-മായി ബന്ധപ്പെട്ടതാണത് milo. Okay. Milo relating to spinal cord, bone marrow. Myo. Myo relating to എന്താണ് muscle. Myo relating to muscle. Myo relating to muscle. Myo relating to muscle. Naso. Naso relating to the nose. Nasal drops na kanatilla nammal. Okay. Naso relating to the nose. Neo. New. Neo. Neolithic. അങ്ങനെ കേട്ടിട്ടില്ലേ? Neolithic age. Neo. New. പുതിയത്. New. 79 tick ചെയ്യണം. 79 tick ചെയ്യണം. Nephro. Nephro relating to the kidney. Nephrology relating to the kidney. Relating to the kidney എന്താണ്? Nephro. ഇത് മോക്ക് ടെസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നില്ലേ? ഇനി ഉണ്ടായിരുന്നോ? ഇതിന്റെ ഇതോ? Okay, nephro tick ചെയ്യാ relating to the kidney. 18 tick ചെയ്യാട്ടോ. Neuro tick ചെയ്യാ. Neuro relating to the nervous system. Neurology. Neuro related to the nervous system. Neurology.
79-ഉം 80-യും പിക്ക് ചെയ്യാം. Then 81 നോക്ട്, നൈറ്റ് കേട്ടോ. നോക്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നൈറ്റ്, രാത്രി. നോക്ട്, നൈറ്റ്, നോക്ട്, നൈറ്റ്. 82 ഒലിഗോ, ഒലിഗോ. ടിനി ലാക്കിംഗ്, ഡെഫിഷ്യന്റ്. ടിനി ലാക്ക് എന്ന് വെച്ചാൽ ചെറിയ കുറവ്, ചെറിയ കുറവ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? കുറവ്. ഡെഫിഷ്യൻസി എന്ന് പറയില്ലേ? ഓക്കെ. ഒലിഗോ, ടിനി ലാക്കിംഗ്, ഡെഫിഷ്യൻസി. ചെറിയ കുറവ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് കുറവ് തന്നെ. 83 ഉഫോറോ, ഉഫോറോ, ഉഫോറോ കേട്ടോ. അങ്ങനെയാണ് വായിക്കുന്നത്. ഉഫോറോ റിലേറ്റിംഗ് ടു ദ നെർവസ് സിസ്റ്റം. ഉഫോറോ എന്താണ്? അപ്പൊ റിലേറ്റിംഗ് ടു ദ നെർവസ് സിസ്റ്റം രണ്ടും വരുന്നുണ്ട് കേട്ടോ. ന്യൂറോ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? ഉഫോറോ റിലേറ്റിംഗ് ടു ദ നെർവസ് സിസ്റ്റം, നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടത്. ഓക്കെ. ഉഫോറോ. റിലേറ്റിംഗ് ടു ദ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു തന്നിട്ട് അതിന്റെ പ്രിഫിക്സ് ചോദിച്ചാൽ ചിലപ്പോ ന്യൂറോ ഉണ്ടാവും, ഒഫ്രോ ഉണ്ടാവും. Then ഓപ്ഷൻ സിയില് both A and B and none of step. ഇതിൽ ഏതായിരിക്കും നിങ്ങൾ എഴുതുന്നത്? ഏതായിരിക്കും എഴുതുന്നത്? both A and B അല്ലേ? ഓക്കെ, മനസ്സിലായില്ലേ പറഞ്ഞത്? ആ. Then 84 പിക്ക് ചെയ്യാട്ടോ. 84 ophthalmo, 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 ophthalmology, relating to the eyes, study of eyes. Ophthalmology, ophthalmo, ophthalmo pick here, relating to the eye. Ophthalmo relating to the eye. Orchido, 85, orchido. Orchido, orchio. കേട്ടോ, രണ്ട് വാക്കുകളുണ്ട്. ഓർക്കിഡോ, ഓർച്ചിഡോ. ഓർക്കിയോ ഉണ്ട്, ഓർക്കിഡോ ഉണ്ട്. ആദ്യത്തേത് ഓർക്കിഡോ, ഇത് ഓർക്കിയോ. രണ്ടും എന്തുമായി ബന്ധപ്പെട്ടതാണ്? റിലേറ്റിംഗ് ടു ദ ടെസ്റ്റിക്കിൾസ്, അതായത് വൃഷ്ണവുമായി ബന്ധപ്പെട്ടത്. റിലേറ്റിംഗ് ടു ദ ടെസ്റ്റിക്കിൾസ് എന്താണ്? വൃഷ്ണവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ രണ്ട് വാക്കുകളും. ഓക്കെ. Orchido and orchio relating to the testicles. 87 oro. അത് സെയിം കേട്ടോ. ഓറോയും എന്താണ്? ടെസ്റ്റിക്കിൾസുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. മൂന്ന് വാക്കുകള്. ഓർത്തോ, ഓർത്തോ ഡയറക്റ്റ് ഓർ നോർമൽ, നേരിട്ടോ അല്ലെങ്കിൽ സാധാരണമായ. ഓർത്തോ നേരിട്ടോ അല്ലെങ്കിൽ സാധാരണമായ, ഡയറക്റ്റ് ഓർ നോർമൽ. ഓർത്തോ. 89 ഓസ്റ്റിയോ, ഓസ്റ്റിയോ relating to bone. Osteo relating to bone. ബോൺസുമായി ബന്ധപ്പെട്ടത്. ഓസ്റ്റിയോ, ഓസ്റ്റിയോ relating to bone. Then 90 auto, auto relating to ear. Auto relating to ear. Auto relating to ear. അതുകൂടി നോക്കാം ഏതൊക്കെയാണെന്ന്. 67 macro ടിക്ക് ചെയ്യാം. 70 മെഗാ ടിക്ക് ചെയ്യാം. 71 മെലാൻ ടിക്ക് ചെയ്യാം. 73 മൈക്രോ, 73 മൈക്രോ. 79 നെഫ്രോ, 79 നെഫ്രോ. 80 ന്യൂറോ.
84 ophthalmo, 84 ophthalmo, 88 ortho, 88 ortho. Clear ആണോ? Okay. Next 91, para, beside, aggregate. 91, para, beside, aggregate. 92, tikia, 92, tikia. Patho, patho. നമ്മൾ pathologist എന്നൊക്കെ കണ്ടിട്ടില്ലേ? Pathologist, pathology. Relating to diseases. അല്ലേ? Pathology എന്താണ്? Relating to diseases ആണ്. Okay, patho. Relating to diseases. Stick here. per. Through. കൂടി ഇടയിലൂടെ. പെട്ടെന്ന് പറഞ്ഞ through കൂടി അല്ലെങ്കിൽ ഇടയിലൂടെ എന്നൊരു മീനിങ് കേട്ടോ. 94. Peri. Peri. Around. അടുത്ത്. Peri. Around. അടുത്ത്. ടിക്ക് ചെയ്യാം. 94 ടിക്ക് ചെയ്യാം കേട്ടോ. 94 ടിക്ക് ചെയ്യാം. Okay. Then fago relating to eat. Fago relating to eat. Fago relating to eat. 97. Sorry, 96. Farigo. 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 എന്താണ് ഫാരിഗോ എന്ന് പറയുന്നത്? Relating to throat or pharynx. Pharynx എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ വെന്റിലേറ്റർ ഒക്കെ പഠിച്ചപ്പോ അല്ലേ? ഓക്കെ, pharynx. ഓക്കെ, ഫാരിഗോ relating to throat or pharynx. ശ്വാസനാളവുമായി ബന്ധപ്പെട്ട്. ഓക്കെ. Then 97, philebo. Philebo. Phlebotomy എന്ന് പഠിച്ചിട്ടില്ലേ നമ്മള്? Philebo. Philebo ഏതിലായിരിക്കും പഠിച്ചിട്ടുള്ളത്? Phlebotomy. ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റിലാണോ? Philebo എന്താണ്? Relating to vein. Philebo relating to vein. Philebo ടിക്ക് ചെയ്യാം കേട്ടോ. 97 ടിക്ക് ചെയ്യാം. Relating to vein. Philebo relating to vein. '97. '98. Pneumo. 98 ടിക്കിയ. Pneumo. 98 ടിക്കിയ. Pneumo. Relating to the lungs, air or respiration. Relating to the lungs, air or respiration. Pneumonia. Pneumo. Pneumothorax. പഠിച്ചിട്ടില്ല നമ്മള്? Pneumothorax. പഠിച്ചിട്ടുണ്ടോ? Pneumothorax, hemothorax ഒക്കെ പഠിച്ചിട്ടില്ലേ? ഓക്കെ. ഇത് 4, 3 and 4 ആണോ? Yes. 97 and 98 ടിക്ക് ചെയ്യണം കേട്ടോ. 99, poly, multi. Poly എന്താണ്? Multi. Multi.
പോളി മൾട്ടി. 100ൽ എന്താ വരുന്നത്? പോസ്റ്റ്, ആഫ്റ്റർ, ബിഹൈൻഡ്. പോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആഫ്റ്റർ അല്ലെങ്കിൽ ബിഹൈൻഡ്. പോസ്റ്റ്, ആഫ്റ്റർ, ബിഹൈൻഡ്. പ്രീ, പ്രീ എന്താ? ബിഫോർ. പ്രീ, ബിഫോർ. പ്രീ, ബിഫോർ. പ്രീ, ബിഫോർ. പ്രോ, പ്രോ എന്താണ്? ബിഫോർ, ഇൻ ഫ്രണ്ട് ഓഫ്. പ്രോ എന്ന് പറയുന്നത് ബിഫോർ അല്ലെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ്. പ്രോ എന്ന് പറയുന്നത് ബിഫോർ, ഇൻ ഫ്രണ്ട് ഓഫ്. പ്രോക്ടോ, പ്രോക്ടോ 103. പ്രോക്ടോ, പ്രോക്ടോ relating to the rectum, relating to the rectum. റെക്ടമായി ബന്ധപ്പെട്ടത് എന്താണ്? പ്രോക്ടോ. റെക്ടവുമായി ബന്ധപ്പെട്ട എന്താണ്? പ്രോക്ടോ. Then 104 ടിക്കിയ. 104 സ്യൂഡോ. സ്യൂ എന്നാണ് കേട്ടോ. പി സൈലന്റ് ആണ്. സ്യൂഡോ, സ്യൂഡോ എഴുതി വെക്കണേ. സ്യൂഡോ എന്താണ്? സ്യൂഡോ ടേക്ക് എന്നാണോ നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നത്? സ്യൂഡോഫോബിയ, അലിഫോബിയ. ഫേക്ക്, ഫേക്ക് എന്നല്ലേ? യെസ്, ഫേക്ക് അല്ലേ? ഓക്കെ. സ്യൂഡോ. ഓക്കെ, ചെയ്യണം. 105 ടിക്കിയ. സൈക്കോ, റിലേറ്റിംഗ് ടു ദ മൈൻഡ്. സൈക്കോളജി, സൈക്കോ, സൈക്കോളജി relating to the mind. ടിക്കിയണേ. 105 ടിക്കിയ. relating to the mind. Then 106 106 ടിക്കിയ. പൾമോ, പൾമോ relating to the lungs. പൾമനോളജി പഠിച്ചിട്ടില്ലേ നമ്മള്? ഓക്കെ. പൾമോ relating to the lungs. 104 105 106 ഇത് മൂന്നും ടിക്ക് ചെയ്യണം കേട്ടോ. Then per 107 per relating to pus. പഴുപ്പൊക്കെ, പഴുപ്പില്ലേ? പസ്, വോമിറ്റിംഗ് പസ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല നമ്മള്. പഴുപ്പുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? per എന്ന് പറയുന്നത്. per relating to pus, പഴുപ്പുമായി ബന്ധപ്പെട്ടത്. ഫൈലോ, ഫൈലോ relating to kidney or pelvis. ഫൈലോ എന്താണ്? relating to kidney or pelvis. Philo relating to kidney or pelvis. Then 109 പയോ, പയോ. പയോ എന്താണ്? relating to the pus. അതും പഴുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന വാക്കാണ് കേട്ടോ. ആണ് പയോ, relating to the pus, relating to the pus. Then quadri, quadri 4, quadri 4, quadri 4, quad 4, quad 4. Okay. Quadri, quad, quad എന്ന് പറയുന്നത് എന്താണ്? 4 ആണ് സൂചിപ്പിക്കുന്നത്, 4 എന്നാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. Okay. Then retro, retro backward or behind. Backward അല്ലെങ്കിൽ behind എന്നുള്ള മീനിങ്. retro backward or behind. retro backward or behind. Then 114 ടിക്കിയ. 114 ടിക്കിയ. rhino, rhino, rhino എന്താണ്? rhino relating to the nose, relating to the nose. നോസുമായി ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും നമ്മൾ പഠിച്ചായിരുന്നോ? യെസ്, നാസോ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, നാസോ. റൈനോ എന്താണ്? റിലേറ്റഡ് ടു ദ നോസ്. ടിക്ക് ചെയ്യാം കേട്ടോ.
യെസ്. Then 115 സ്ലീപ്പിംഗോ. സ്ലീപ്പിംഗോ റിലേറ്റിംഗ് ടു എ ട്യൂബ്, ഒരു ട്യൂബുമായി ബന്ധപ്പെട്ടത്. സ്ലീപ്പിംഗോ റിലേറ്റിംഗ് ടു എ ട്യൂബ്, റിലേറ്റിംഗ് ടു എ ട്യൂബ്. Sleeping or related to a tube. തെറ്റ് ചെയ്തത് ഒന്നുകൂടി നോക്കാം. 92 ടിക്ക് ചെയ്തത് ഒന്നുകൂടി പറയാണ് കേട്ടോ. 92, 94, 97, 98, 104, 105, 106. ടേസ്റ്റ് പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. നെറ്റ് പറഞ്ഞില്ലല്ലോ. ഇല്ല. ക്ലാസ് 114 വരെ കേട്ടോ. ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ? ഇവിടെ എസ് ആണ് കേട്ടോ, ടി അല്ല, ഇവിടെ എസ് ആണ്. സ്ക്ലീറോ, സ്ക്ലീറോ എന്നാണ് കേട്ടോ. സ്ക്ലീറോ ടെക്സ്റ്റിൽ അങ്ങനെ തന്നെയാണോ? ഓക്കെ, ഡി ആണെങ്കിൽ അവിടെ എസ് ആക്കാം കേട്ടോ. സ്ക്ലീറോ, സ്ക്ലീറോ എന്ന് പറയുന്നത് എന്താ? ഹാർട്ട് റിലേറ്റിംഗ് ടു ദ സ്ക്ലീറിയ. ഇവിടെ നേത്രഗോളത്തിന്റെ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. അതായത് നേത്രഗോളത്തിന് കുറച്ച് ഭാഗങ്ങളുണ്ട്, അപ്പൊ അതിന്റെ ഏറ്റവും പുറമേ ഉള്ള ഭാഗമാണ് എന്ത്? സ്ക്ലീറ എന്ന് പറയുന്നത്. ഓക്കെ, സ്ക്ലീറോ, ഹാർട്ട് റിലേറ്റിംഗ് ടു ദ സ്ക്ലീറ. ഓക്കെ, നേത്രഗോളത്തിന് 3 ഭാഗങ്ങളുണ്ട്, അതില് ഏറ്റവും പുറമേ ഉള്ള ഭാഗമാണ് എന്ത്? സ്ക്ലീറ എന്ന് പറയുന്നത്. ക്ലിയർ? സ്ക്ലീറോ. ഓക്കെ, സ്ക്ലീറോ കോറിഡ്രിറ്റിന പഠിച്ചിട്ടില്ലേ? സെമി പിക്ക് ചെയ്യാം. 17 സെമി പിക്ക് ചെയ്യാം. ഹാഫ് ഓർ പാർഷ്യൽ, പകുതി അല്ലെങ്കിൽ പാർഷ്യൽ, സെമി കേട്ടോ. Then sub, under, somewhat. Okay, sub എന്താണ്? under അല്ലെങ്കിൽ somewhat. Sub, under, somewhat. Super, super, above, up than, or than more than normal. എന്താണ് നമ്മൾ എന്തിനാണ് സൂപ്പർ എന്ന് പറയുന്നത്? സൂപ്പർ പറയുന്നത് എന്തിനാ? സൂപ്പർ ആയിട്ടുള്ളതിനെ സൂപ്പർ എന്ന് പറയുന്നത് അല്ലേ? എങ്ങനെയാണ്? യെസ്, സൂപ്പർവൈസർ. വൈസറിന്റെ മുമ്പിലായിട്ട് പ്രിഫിക്സ് ചേർക്കുമ്പോൾ സൂപ്പർവൈസർ. ഓക്കെ, ശരി. മോർ ദാൻ നോർമലി ആണ് നമ്മൾ സൂപ്പർ എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, സുപ്പീരിയർ. Then supra, above. Supra means above. Supra, above. Supra, above. Ducky, speedy. Ducky, speedy. Ducky വെച്ചൊരു വാക്ക് പഠിച്ചിട്ടുണ്ടല്ലോ. ഇതാ ducky കാർഡിയാണ്, നീ പഠിച്ചിട്ടുണ്ടോ? ലക്ഷ്മിക്ക് അറിയാലല്ലോ. ഓക്കെ, 122 പിക്ക് ചെയ്യാ. 122 എന്താണ്? തെർം. തെർം, തെർം എന്താണ്? റിലേറ്റഡ് ടു ദ ടെമ്പറേച്ചർ. തെർം വെച്ചൊരു വാക്ക് പറഞ്ഞേ. തെർമൽ, തെർമോമീറ്റർ. ഓക്കെ, വെരി ഗുഡ്. 122 പിക്ക് ചെയ്യണേ. തെർം relating to the temperature. Thorax. Next, thorax. Pick ചെയ്തോളൂ. Thorax. 123. Thorax
relating to the chest. Pneumothorax, pneumothorax, cardiothoracic vascular surgery, അല്ലേ? Relating to the chest. Okay. Okay. Then trans to the other side of. Trans എന്ന് പറയുന്നത് എന്താണ്? To the other side of. Trans to the other side of. Transmission. Okay. Transmitter, transmission. Try. 125 transfusion. Okay. 125 എന്താണ്? Try 3. 125 ടിക്ക് ചെയ്യാം. Try എന്താണ്? Try എന്നാണ് പറയുന്നത്. 3. 125 try 3. 126 ടിക്ക് ചെയ്യാം. 126 ടിക്ക് ചെയ്യാം. Uni 1. Uni 1. 126 Uni 1. Okay. (127) Vaso, vaso, vessels. Vaso എന്താണ്? Vessels. Vaso. Vaso അല്ല, vaso. Okay. Yes. ഇപ്പൊ ഒന്നുകൂടെ നോക്കി. 117 സെമി, 122 ടേൺ, 123 തൊറാർ, 125 ട്രൈ, 126 യൂണി. ഇതാണ് ടിക്ക് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? യെസ്. നമ്മുടെ പ്രിഫിക്സ് കംപ്ലീറ്റഡ് ആയി. 127 പ്രിഫിക്സസ് ആണ് ഇപ്പൊ നിങ്ങൾ പഠിച്ചത്. ഓക്കെ ഓക്കെ. ഒരു 2-3 കുറച്ച് സഫിക്സ് കൂടി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. കോമൺ ആയിട്ടുള്ള സഫിക്സസില് ഫസ്റ്റ് വരുന്നത് എന്താണ്? അലീക്ക. നമ്മൾ സഫിക്സ് എവിടെയാണ് ചേർക്കുന്നത്? എൻഡ് ഓഫ് ദ വേർഡ് ആണ് അല്ലെ? എൻഡ് ഓഫ് ദ വേർഡിലാണ് സഫിക്സ് ചേർക്കുന്നത്. അലീക്ക. അലീക്ക എന്താണ്? അലീക്ക ഒരു പേരുമായി തോന്നും അല്ലെ? അലീക്ക, അലീന, അലീക്ക എന്നൊക്കെ തോന്നും. അലീക്ക എന്താണ്? റിലേറ്റിംഗ് ടു പെയിൻ. ഈ പേര് കണ്ടിട്ട് ആരും കൊച്ചിനെ ഒന്ന് പേരിട്ട് വെക്കരുത് കേട്ടോ. അതിന്റെ മീനിങ് വരുന്നത് റിലേറ്റീവ് ടു പെയിൻ, വേദന എന്നാണ്. വേണ്ട അല്ലെ? നല്ലൊരു അർത്ഥമുള്ളത്. പേര് പോലെ തന്നെ അതിന്റെ ജീവിതത്തിലുള്ള വേദന മാത്രമായി പോകും. പേരൊന്നും ഇട്ട് വെക്കരുത് കേട്ടോ. അലീക്ക റിലേറ്റീവ് ടു പെയിൻ. Then astheno, feebleness. Astheno, feebleness. നമ്മൾ feeble minded എന്നൊക്കെ പറയില്ലേ? feebleness എന്ന് പറഞ്ഞാൽ എന്താണ്? ബലഹീനത അല്ലെ? Astheno, feebleness. Astheno, feebleness. കാര്യം വിട്ടുപോയി. ഒന്നാമത്തത് ടിക്ക് ചെയ്യണം കേട്ടോ. അലീക്ക ടിക്ക് ചെയ്യാം. അലീക്ക അങ്ങനെയാണ് കേട്ടോ. വേറെ ഏതെങ്കിലും അത് കേട്ടിട്ടുണ്ടോ ഒരു വാക്ക്? വേറെ രീതിയിലാണോ പ്രൊണൗൺസിയേഷൻ കേട്ടിരിക്കുന്നത്? ആൾജിയ എന്ന് കേട്ടിട്ടുണ്ടോ? ആൾജിയ ഇങ്ങനെ കേട്ടിരിക്കുന്നത്? അലിഗൻ ആണോ ഓൾജിയൻ ആണോ കേട്ടിരിക്കുന്നത്? ഏതാ കേട്ടിരിക്കുന്നത് ഹിബ? ആൽജിയ. ഓക്കെ, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതാണ് കേട്ടോ. ആൽജിയ ആണ് കേട്ടോ. ആൽജിയ റിലേറ്റഡ് ടു പെയിൻ. ഓക്കെ ഓക്കെ ഓക്കെ, സോറി, മൈ മിസ്റ്റേക്ക് കേട്ടോ. ഓക്കെ, ടിക്ക് ചെയ്യണം കേട്ടോ. ആൽജിയ ടിക്ക് ചെയ്യണം. റിലേറ്റഡ് ടു പെയിൻ. സോറി കേട്ടോ, പറഞ്ഞപ്പോ അങ്ങനെ തെറ്റി വന്നതാണ്. അതായിരുന്നു ടിക്ക് ചെയ്തായിരുന്നു. സെക്കൻഡ് വൺ astheno, feebleness. Astheno, feebleness. Astheno, feebleness. Then third, blast. Blast, immature cell.
ബ്ലാസ്റ്റ് എന്താണ് ഇമ്മെച്യൂർ സെൽ, എന്താണ് പാകമാകാത്ത അല്ലെങ്കിൽ അപക്വമായിട്ടുള്ള അല്ലെങ്കിൽ പക്വതമാകാത്തുള്ള രീതിയിൽ കേട്ടോ. ഫീബിൾനെസ് എന്ന് വെച്ചാൽ ബലഹീനത. നമ്മൾ ഫീബിൾ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെന്നൊക്കെ പറയില്ലേ, എപ്പോഴും ഇങ്ങനെ തളർന്നൊടുങ്ങി നടക്കുന്ന കാറ്റഗറി ആ വീക്ക്നെസ് ആണ് കേട്ടോ. ഇമ്മെച്യൂർ സെൽ ആണ് എന്താ ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. Then silly, fourth one pick ചെയ്യാ, silly അങ്ങനെയല്ലേ കേട്ടോ വായിക്കുന്നത്, silly relate into a tumor or swelling, എന്ന് വെച്ചാൽ നമ്മുടെ നീര് അല്ലെങ്കിൽ മുഴ അതുമായി ബന്ധപ്പെട്ട കേട്ടോ, നീര് അല്ലെങ്കിൽ മുഴയാണ് എന്താ silly. ഓക്കെ, silly. Okay, silly, yeah. Then fifth one, synthesis എന്ന് പറയുന്നത് relating to a procedure in which an organ or body cavities puncture often to drain surplus fluid or get a sample for analysis. അതായത് നമ്മളൊരു സാമ്പിൾ അനാലിസിസിന് വേണ്ടിയിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ട് ബോഡിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് പങ്ക്ചർ ഉണ്ടാക്കിയതിനു ശേഷം അതിൽ നിന്നാണ് ഫ്ലൂയിഡ് വലിച്ചെടുക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് എന്ത് സെന്റിസിസ് എന്ന് പറയുന്നത്. അത് റിലേറ്റഡ് ഒരു പ്രൊസീജിയർ ആണ്. ബോഡിയിൽ പങ്ക്ചേഴ്സ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് എന്താണ് ഫ്ലൂയിഡ് നമ്മൾ വലിച്ചെടുക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് എന്ത് സെന്റിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? Fifth one. Okay. Then sixth one, site എന്താണ് സെല്ലാണ്, കോശം. സൈറ്റോളജി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? യെസ്. ലിംഫോസൈറ്റ്സ്, ഓക്കെ, എറിത്രോസൈറ്റ്സ്, സെൽസ് ആണ് അല്ലെ. സൈറ്റ് എന്ന് പറയുന്നത് സെല്ലാണ്. ടിക്ക് ചെയ്യാം കേട്ടോ. സിക്സ്ത് വൺ ടിക്ക് ചെയ്യാം. Then seventh one, ectomy. എന്താണ് സർജിക്കൽ റിമൂവൽ ഓഫ് ആണ് അല്ലെ. ectomy എന്ന് പറയുന്നത് എന്താണ് സർജിക്കൽ റിമൂവൽ ഓഫ് ആണ്. Phlebotomy, okay. Ectomy. Then eighth one, emia. എന്താണ് എമിയ എന്ന് പറയുന്നത്? അനീമിയ കേട്ടില്ലേ നിങ്ങള്? ഓക്കെ, relating to the presence of a substance in the blood. Relating to the presence of a substance in the blood എന്ന് പറഞ്ഞാൽ എന്താണ്? രക്തത്തില് എന്തെങ്കിലും ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും പദാർത്ഥത്തിന്റെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ടതാണ് എന്ത് എമിയ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. എമിയ ടിക്ക് ചെയ്യണേ. എമിയ ടിക്ക് ചെയ്യാം. The ninth one, genic. Resulting ആണ് കേട്ടോ അർത്ഥം. Resulting ആണ് genic. Resulting. Then tenth one ടിക്ക് ചെയ്യാം. ടിക്ക് ചെയ്യാം. gram എന്ന് വെച്ചാൽ എന്താ? റെക്കോർഡ്. gram നമ്മള് ഇലക്ട്രോകാർഡിയോഗ്രാം എന്നൊരു പ്രിഫിക്സ് ചേർക്കാറില്ലേ? ഗ്രാമിന് മുമ്പായിട്ട് എന്താണ്? ഇലക്ട്രോകാർഡിയോഗ്രാം അതല്ലേ? എന്താണ്? റെക്കോർഡ്. പ്രോഗ്രാമിൽ എന്താണ് നമ്മൾ നോക്കുന്നത്? റെക്കോർഡ് ചെയ്യാൻ അല്ലെ? ആൻജിയോഗ്രാം. ഓക്കെ, യെസ്. ടിക്ക് ചെയ്യണേ. Then 11th one ടിക്ക് ചെയ്യാം. ഗ്രാഫ്. ഇലക്ട്രോകാർഡിയോഗ്രാഫ് അല്ലെ? ഇലക്ട്രോകാർഡിയോഗ്രാഫ്. ഗ്രാഫ് എന്ന സഫിക്സിന് മുന്നിലായിട്ട് നമ്മൾ ചേർക്കുന്ന സഫിക്സ് ആണ് ഇലക്ട്രോകാർഡിയോഗ്രാഫ്. A record of the device used to create the record. A record or
എന്താണ് ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന പർപ്പസസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അല്ലെ. റെക്കോർഡ് ഓർ ദ ഡിവൈസ് യൂസ് ടു ക്രിയേറ്റ് ദ റെക്കോർഡ്. അപ്പൊ 10ഉം 11ഉം പിക്ക് ചെയ്യാം. Then 12th one നമ്മൾ പഠിച്ചു അല്ലെ. ഐറ്റിസ് എന്താണ്? സ്പെല്ലിംഗ് എന്താണെന്നാണ് പറയുന്നത്? സ്പെല്ലിംഗ് നീര് അല്ലെങ്കിൽ മുഴ വീക്കം അല്ലെ നമ്മൾ പഠിച്ചത്. നീര്. യെസ്, ആർത്രൈറ്റിസ് അല്ലെ. ആർത്രൈറ്റിസ്. അപ്പൊ 10, 11, 12 പിക്ക് ചെയ്യാട്ടോ. 10, 11, 12 ഓക്കെ അല്ലെ. മതിയോ? ഇവിടെ വെച്ച് നിർത്തട്ടെ. 12 വരെ നമ്മൾ പറഞ്ഞു കേട്ടോ. ഐറ്റിസ് വരെ പറഞ്ഞു. ഓക്കെ, യെസ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഇവിടുത്തെ അത്ര മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, ഓക്കെ, താങ്ക് യു. ഓക്കെ, ശരി.